നമുക്ക് ആ മോശപ്പെട്ട സമയത്ത് നമ്മൾ തെറ്റായ ചിന്തകളും തീരുമാനത്തോടെ പോയാൽ അത് നല്ല സമയത്തിലേക്ക് നയിക്കില്ല. മോശപ്പെട്ട സമയത്ത് ആളുകൾ കള്ളു കുടിക്കും, മോശപ്പെട്ട സമയത്ത് ആളുകൾ തെറ്റായ വഴിക്ക് പോവും, മോശപ്പെട്ട സമയത്ത് ആളുകൾ അങ്ങ് പോട്ടെ, പോകുന്നിടത്തോളം പോട്ടെ. അവരുടെയൊക്കെ ജീവിതത്തിലാണ് പിന്നീട് വലിയ തകർച്ചകൾ വന്നത്. എന്നാൽ മോശപ്പെട്ട സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചവരുണ്ട്, മോശപ്പെട്ട സമയത്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നല്ല ഒരു സമയത്തിലെത്താനുള്ള ചവിട്ടുപടികളെയാ ദൈവം മുന്നിൽ കൊണ്ടുപോയിട്ടത്. അതിൽ ചവിട്ടുപടികളുണ്ട്, അതിൽ ചവിട്ടി കയറിയവർ ഒരുപാട് പേരുണ്ട്. ജീവിതത്തിലെ മോശപ്പെട്ട സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചവരാ പിന്നീട് നല്ല സമയത്തിലേക്ക് കുതിച്ചു വന്നത്. എന്ത് കാര്യമായാലും, കുടുംബത്തിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, ആരുടെ കാര്യമാകട്ടെ, എപ്പോഴും അങ്ങനെ നല്ല സമയമോ ആകണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും, ഇതെന്താ എൻ്റെ സമയം മോശമാണോ, എന്ത് ചെയ്തിട്ടും തിരിച്ചടിയാണല്ലോ എന്നൊക്കെ ചിന്തിക്കും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ അനുഭവത്തിൽ നിന്നൊക്കെ പറയുവാണ്, ചിലപ്പോൾ നല്ല സമയമുണ്ട്. ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയില്ലേ, അയാളുടെ നല്ല കാലമാണ്. ചിലപ്പോൾ ചിലരെ നോക്കിയിട്ട് പറയല്ലേ, അയാളുടെ മോശകാലമാണിപ്പോൾ, നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഒന്നിലേക്കും പണമൊന്നും മുടക്കണ്ട കേട്ടോ, ഇപ്പം നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഇപ്പം നിൻ്റെ നല്ല സമയമല്ല, നീ എടുത്ത് ചാടണ്ട. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതെത്രമാത്രം വിശ്വസിക്കും അല്ലെ വിമർശിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജീവിതത്തിൽ നല്ല സമയം ദൈവം തരും. ഇപ്പോൾ മോശമുള്ള, സങ്കടമുള്ള, വേദനയുള്ള കാലമൊക്കെ ആയിരിക്കും, മാറി വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ടെൻഷനുണ്ട്, ഇങ്ങനെ പോയാൽ എന്താകും എന്നോർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞാൻ ഈ ഒരു കാര്യം ഓർത്തേ, പത്രോസ്ലീഹ വെള്ളത്തിൽ താന്നുപോയി. ആ സമയത്താണ് പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ താന്നു പോവുകയാണോ? പഠിക്കുന്നില്ല, മൊബൈൽ ഫോണിന് അഡിക്റ്റായി, കൂട്ടുകെട്ട് മോശമായി, എന്തൊക്കെയോ എനിക്കൊരു ടെൻഷനും പേടിയും തോന്നുന്നു, എവിടെയൊക്കെയോ താന്നു പോകുന്ന പോലെ, കർത്താവെ രക്ഷിക്കണമേ എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പിന്നീട് ഒരു പടി താഴുകയല്ല, പിന്നെ ആ കൈ പിടിച്ച് ദൈവം ഉയർത്തുന്ന അനുഭവം ഉണ്ടാവും. അത് വീട്ടിലുണ്ടാകും. പത്രോസ്ലീഹായ്ക്ക് മാത്രമുണ്ടായ ഒറ്റപ്പെട്ട അനുഭവമായി ഇത് മാറത്തില്ല, അതെൻ്റെ അനുഭവമാവും, നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവമാവും. പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ജീവിതത്തിൽ താന്നു പോകുന്ന വേദനയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്, ടെൻഷനോടുകൂടെ ഇരുന്ന് താന്നു പോകുന്നവരുണ്ട്, ആകെ പിടുത്തം വിട്ട അവസ്ഥയിൽ വചനം കേൾക്കുന്നവരുണ്ട്. എന്നോടൊരാൾ പറഞ്ഞേ, ഇനി ഇങ്ങനെ പോയാൽ ഒട്ടും ശരിയാവില്ല, എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോവും, അതുകൊണ്ടാണ് ഞാൻ വന്നേ എന്ന് പറഞ്ഞു. ഇതുപോലെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തകർന്നു പോയവർ, താന്നു പോകുന്നവരുണ്ട്. സാരമില്ല, ഇനിയും താഴാൻ വെള്ളത്തിന് ആഴമുണ്ട്, പക്ഷെ